ഏകദേശം സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചെറു ചൂടിൽ ഇങ്ങനെ ഇരിക്കുവാണ്, മൊരിഞ്ഞുകൊണ്ടിരിക്കും കേട്ടോ. യെസ്, ഇതാണ് സാധനം ഇങ്ങനെ ചെറുതായിട്ട് മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി കാട ഗ്രില്ലാട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു 5-6 കാട എടുത്തിട്ടുണ്ട്, കാട കോഴി. അപ്പോൾ ഇതിനെ നമ്മൾ നല്ലൊരു അടിപൊളി മസാലയൊക്കെ ഉണ്ടാക്കിയിട്ട് നല്ല കിടലിനായിട്ട് ഗ്രില്ല് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ അതിൻ്റെ കാഴ്ചകളാണ് നമ്മുടെ വീഡിയോയിലുള്ളത്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഫ്രീ 6 നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മളിത് നന്നായിട്ട് വാഷ് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നിന്ന് ക്ലീൻ ചെയ്താണ് ഫുള്ള് മേടിച്ചത്. നമുക്കിന്ന് വാഷ് ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇതാണ് നമ്മൾ മേടിച്ചതിൽ ഏറ്റവും വലിയൊരു കാട. കാട ചെറുതാണെങ്കിലും നല്ല ഔഷധ ഗുണമൊക്കെ ഉള്ള നല്ലൊരു മീറ്റാണ് ഇതിൻ്റെ. വാഷ് ചെയ്തിട്ട് ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റാം. കാട നമ്മളിത് വാഷ് ചെയ്തെടുത്തിട്ടുണ്ട്. കാടക്കോഴി എടുത്തിട്ട് നമുക്കൊന്ന് കീറി വിടാം കേട്ടോ. ഇത് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമുക്കിതിനെ ഒന്ന് പൊട്ടിച്ചു വിടാം നടുക്കോടെ. ഇങ്ങനെ ഈ ഒരു രീതിയിൽ നമുക്ക് കോഴീനാക്കാം കേട്ടോ. അതാണ് ഗ്രില്ല് ചെയ്യുമ്പം മസാലയൊക്കെ നന്നായിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് തേക്കാൻ പറ്റുമോ. കാടക്കോഴി ഇത് കീറി കഴുകി നല്ല കിടിലനാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മസാലകളൊക്കെ ഉണ്ടാക്കാം. കുറച്ച് മുളക് പൊടി, കാശ്മീരി മുളക് പൊടി, മഞ്ഞൾ, കുരുമുളക് പൊടി, ഗരം മസാല, ആവശ്യത്തിനുള്ള ഉപ്പ്. അപ്പോൾ ഇതാണ് നമ്മൾ മസാല പൊടികൾ ആഡ് ചെയ്തത് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, നാരങ്ങ നീരും വേണം. ഒന്ന് അരച്ചെടുക്കണം കേട്ടോ. നല്ല പേസ്റ്റായിട്ട് വരണം, എന്നാലാണ് നമുക്ക് എല്ലാ ചിക്കനിലേക്കും കിട്ടുള്ളൂ. ചതച്ചിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും എത്തൂല. ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യാം കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. നമുക്ക് വേണ്ടത് നാരങ്ങ, ഇതിൻ്റെ മീറ്റിലൊക്കെ ഒന്ന് ചെറുതായിട്ട് വരഞ്ഞു കൊടുക്കാം കേട്ടോ. ഒറ്റ വര മതി, പിന്നെ ബാക്കി ചെറിയ മീറ്റായതുകൊണ്ട് പ്രശ്നമില്ല. കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഇനി നമുക്കിത് മിക്സ് ചെയ്യാം. കൈ കൊണ്ട് നന്നായിട്ട് ശകലം വെള്ളം വേണം ഒഴിക്കാം കേട്ടോ. ഭയങ്കര കട്ടിയാണെങ്കിൽ വെള്ളം ഒഴിച്ചൊന്ന് ലൂസായി ഇത് കൊടുത്താൽ മതി. നമുക്ക് ഫുള്ളൊന്ന് മിക്സ് ചെയ്യാം. യെസ്, അപ്പോൾ ഇതാണ് നമ്മുടെ മസാല തേച്ച കാടക്കോഴികൾ. ഇനി നമ്മളിത് ഇനി 1 മണിക്കൂർ റെസ്റ്റിന് വെക്കാം കേട്ടോ. 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഇനി ഗ്രില്ല് ചെയ്യുന്നുള്ളൂ. 1 മണിക്കൂർ നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെക്കാം. കുറച്ച് തണുപ്പടിക്കുമ്പോഴത്തേനും നന്നായിട്ട് ഈ മസാലയൊക്കെ ഇതിനകത്ത് മീറ്റിലേക്ക് നന്നായിട്ട് പിടിക്കും. അതിന് ശേഷമാണ് നമ്മൾ ഗ്രില്ല് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിത് ഇനി നേരെ ഫ്രിഡ്ജിൽ കൊണ്ടുവരാം. നമ്മൾ ചിരട്ട എടുത്തിട്ടാണോ കനലാകുന്നത്. നമ്മൾ കനലായിക്കൊണ്ടിരിക്കുവാണ്.
മസാല വെച്ചിട്ട് റെസ്റ്റിന് വെച്ച ചിക്കൻ നമ്മുടെ എടുത്തു കേട്ടോ. നമ്മുടെ ഏകദേശം ഒരു 2 മണിക്കൂർ വെച്ചു. അപ്പോൾ എന്തോരം കൂടുതൽ സമയം ഇരിക്കുന്ന അത്ര ഈ മീറ്റിലേക്ക് നന്നായിട്ട് മസാല പിടിച്ചോളൂ കേട്ടോ. നമ്മൾ കനലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്രില്ലിനകത്തേക്ക് ഇത് മാറ്റാം. ഇതാണ് നമ്മൾ എടുത്ത ഗ്രില്ല്. പാത്രത്തിനകത്ത് ചട്ടയുടെ കണ്ട എടുത്തിട്ട് 2 സൈഡിലും 2 കട്ട വെച്ചിട്ടുണ്ട്. നല്ല ചൂടായതുകൊണ്ട് നമ്മൾ കുറച്ച് പൊക്കിയാണ് വെക്കുന്നത്. ഗ്രില്ല് നമ്മൾ വെച്ചിട്ട് നമുക്ക് ആദ്യം ഗ്രില്ലിലേക്ക് ഒന്ന് വെച്ചിട്ട് നമുക്ക് അങ്ങോട്ട് സെറ്റ് ചെയ്യും. അതായിരിക്കും നല്ലത്. നമുക്ക് അടച്ചിട്ട് ഇതാക്കാം. നല്ല ചൂടിനോട്ടിരിക്കുന്നത്, അതാണ് നമ്മൾ കട്ട വെച്ച് കുറച്ച് പൊക്കി വെച്ചേക്കുന്നത് കേട്ടോ. ഇത് കാടയിറച്ചി തന്നെ ആയതുകൊണ്ട് ഒത്തിരി തിക്കായിട്ടുള്ളൊരു പീസൊന്നും ഇല്ല. അതുകൊണ്ട് തന്നെ ഇത് വേഗം റെഡി ആയിട്ട് വരും കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം മറച്ചിട്ട് കൊടുക്കണം. ഗ്രില്ലിന്റെ അടിയിൽ നിന്ന് ചൂടടിച്ച മീറ്റിന്റെ നെയ്യ് കുരുക്കി കനലിലേക്ക് കടന്നുണ്ട് കേട്ടോ. ഒരു സൈഡ് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയും വിനേറും കൂടെ മിക്സ് ചെയ്താൽ കേട്ടോ. മറിച്ചിട്ട് ചെയ്യുമ്പോൾ ഓരോ സൈഡിൽ നമ്മളൊന്ന് തേച്ച് കൊടുക്കണം, അല്ലെങ്കിൽ ചെറുതായിട്ട് ഇത് കരിയും. പിന്നെ നമുക്കൊരു നല്ലൊരു ജ്യൂസിയൊക്കെ ആയിട്ട് കിട്ടണമെങ്കിൽ ഈ സാധനം തേച്ച് കൊടുക്കണം കേട്ടോ ഓരോ സൈഡിലും. നമ്മൾ മറിച്ചിട്ട് ചെയ്യുമ്പോൾ ഓരോ സൈഡിലും ജസ്റ്റ് തൂത്ത് കിട്ടാൽ മതി. കാടതയുണ്ടോ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. സാധനം വെന്ത് വന്നിട്ടുണ്ട്. എന്നാലും നമ്മൾ കുറച്ച് നേരം കൂടെ ഇത് വെക്കുന്നുണ്ട് കേട്ടോ. ചെറിയ ചൂടുള്ളൂ. അപ്പം കുറച്ച് നേരം കൂടെ വെക്കുവാണെങ്കിൽ നല്ലൊരു ഫ്രൈയും ക്രിസ്പിയൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. സോഫ്റ്റ് ആണല്ലേ സോഫ്റ്റാണ്. ഓയില് നമ്മളിത് പുറത്തോടെ തൂത്ത് കഴിഞ്ഞിട്ട് ആ ചൂട് ചേരുന്ന് കഴിഞ്ഞാലാണ് ആ സാധനം നല്ലൊരു ജ്യൂസി ആയിട്ട് നമുക്ക് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഫുള്ള് ഡ്രൈ ആയി പോകും. ഏകദേശം സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ വെച്ചുകൊണ്ടിരിക്കുന്ന ചെറു ചൂടിൽ ഇങ്ങനെ ഇരിക്കുവാണ്. ഇനി കുറച്ചും കൂടെ ക്രിസ്പി ആയി നല്ല കിഡിലിന് പോകാനായിട്ട് നമ്മൾ ചെറു ചൂടിൽ കുറച്ച് നേരം അങ്ങ് വെച്ചു. സാധനം വെന്തു ഫുള്ള്. എല്ലേന്നൊക്കെ ഉണ്ടോ മീറ്റ് വിട്ടിട്ടുണ്ട്. മീറ്റിൽ കണ്ടോ നമ്മളിപ്പോൾ തിരിച്ചിട്ടുള്ളൂ. മീറ്റ് ഇങ്ങനെ കിടന്ന് ഒരിഞ്ഞോണ്ടിരിക്കും. യെസ്, ഇതാണ് സാധനം ഇങ്ങനെ ചെറുതായിട്ട് മുറിഞ്ഞോണ്ടിരിക്കുന്നത്. നന്നായിട്ട് മുരിഞ്ഞു അല്ലേ? ടേസ്റ്റ് ചെയ്ത് നോക്കണം. ടേസ്റ്റ് ചെയ്ത് നോക്കി. ഇറച്ചിക്കുള്ളിൽ ശരിക്കും എന്തൊക്കെ എടുത്തൊന്ന് കഴിച്ചു നോക്കിയേ. ആണോ? എന്നാ ടേസ്റ്റോ? എന്നാ അൽഫാമിന്റെ ടേസ്റ്റ് ആണോ? അൽഫാമിനെക്കാളും ടേസ്റ്റ്. നമ്മുടെ മസാല സൂപ്പറാട്ടോ. പീസായിട്ട് എടുക്കാൻ പാടാ അല്ലേ? നന്നായിട്ട് വെന്തു കാണും അല്ലേ? സാധാ ചിക്കനേക്കാളും ഒരു സോഫ്റ്റ് അല്ലേ ഇതിന്റെ മീറ്റ്? ജ്യൂസി കേട്ടോ സാധനം. നമ്മുടെ ഓയില് വെച്ചോണ്ട് കിടന്ന് കാണാൻ തന്നെ എന്നാ ലുക്കല്ലേ ചേച്ചേട്ടാ? ഒരു കോഴി കേട്ടോ അത്. ബ്രോയിലർ കോഴിയുടെ ഒരു കാലൊക്കെ എടുക്കണം അത്ര. ഒരു കാടക്കോഴി ഫുള്ള്. അത്യാവശ്യം ഇറച്ചി ഉണ്ട് കേട്ടോ തിന്നാനുള്ള. അപ്പം ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ വീഡിയോ. കാടക്കോഴി ഗ്രില്ല് ചെയ്ത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായും സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ വീഡിയോക്ക് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഉടനെ അടുത്ത വീഡിയോ.